വിജയേട്ടൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കഥാപാത്രത്തിലേക്ക് വരാം. സെയിന്റ്, പുണ്യവാളൻ. എല്ലാ പാർട്ടിക്കാരെയും പോലെ പാർട്ടി പറയുന്നത് കേട്ടിട്ടേ പുണ്യവാളനും എന്തെങ്കിലും പറയൂ. പാർട്ടി പറയുന്നത് കേട്ടിട്ട് അതിന്റെ നേരെ വിപരീതമാണ് പറയുക എന്ന് മാത്രം. ഇത് സത്യമാണെന്ന് വിശ്വസിക്കാനും കുറെ പേർ. പാർട്ടി പറയുന്നതിന് വിപരീതം പറയുന്നവരാണ് സത്യവാന്മാർ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കാലത്തിന്റെ ദോഷമാണോ പാർട്ടിയുടെ ദോഷമാണോ എന്ന് ആവശ്യമുള്ളവർ ആലോചിക്കട്ടെ. പുണ്യവാളൻ എന്തായാലും ഇങ്ങനെയൊക്കെ പറയൂ. ലോട്ടറി എങ്കിൽ ലോട്ടറി, അലിയെങ്കിൽ അലി. സെയിന്റ് എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നത് സ്പിരിച്വൽ ലോകത്തിന്റെ റെപ്രസെന്റേറ്റീവ്. പിന്നെ പുണ്യാളൻ എന്ന് പറയുന്നത് ദൈവമല്ല, അല്ലെ? സെയിൻഹുഡ് എന്ന് പറയുന്നത് ഒരാളിന്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന് സഭ അല്ലെങ്കിൽ ലോകം അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ സമൂഹം തന്നെ കൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ പുണ്യാളത്വം എന്ന് പറയുന്നത്. എന്നിട്ട് 4 വർഷക്കാലം കേരളത്തിൽ എത്ര നിയമവിരുദ്ധമായിട്ടൊരു ലോട്ടറി പ്രവർത്തിക്കാൻ അതെ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകാതിരിക്കുന്ന അവസരത്തിലെല്ലാം അന്ധമായിട്ടുള്ള തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുകയും അതിന് നേരിടാൻ കഴിയാതെ വരികയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കുറവുകൾ, പിശകുകൾ ഒന്നും തന്നെ ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. അതൊരു തരം വലിയ അച്ചീവ്മെന്റ് ആണ് അർത്ഥത്തിൽ. നമുക്കിടയിൽ സാധാരണക്കാരായി ജീവിച്ച ആളുകൾ ആ നിലയിലേക്ക് ഉയർന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഞാനൊരു ആൾദൈവം എന്ന അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ സംഭാവന ചെയ്ത വ്യക്തിയാണ് മാഞ്ഞലാകുഴി അലി. ലീഗിൻ്റെയും UDFിൻ്റെയും പ്രചരണത്തിലും പ്രലോഭനത്തിലും കുടുങ്ങരുത്, നിലപാട് തിരുത്താൻ തയ്യാറാകുമെന്ന് ആശിക്കുന്നു. അല്ല, ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ പിന്നീട് പുണ്യവാന്മാരെ അറിയപ്പെടുന്നുണ്ട്. സെയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ മറുവശത്ത് നിൽക്കുന്നു. ഈ ഭൗതികമാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ. സെയിന്റിന്റെ നിൽപ്പ് എന്ന് പറയുന്നത്. വിജയനെ വിജയേട്ടൻ എന്ന് വിളിച്ച നാട്ടുകാർ തന്നെയാണ് ഈ കഥാപാത്രത്തെ പുണ്യവാളൻ എന്നും വിളിച്ചത്. അത് പുണ്യവാളൻ ആയതുകൊണ്ട് തന്നെ ആകണമെന്നില്ല. ആളുകൾക്ക് അങ്ങനെയാണ്. ഓരോ കാലത്തും ഓരോ പുണ്യവാളന്മാരെ വേണം. പുണ്യവാളൻ ആയതുകൊണ്ട് മാത്രം അദ്ദേഹം പറയുന്നത് കേട്ട് ജനം ചിരിക്കും, കൈയടിക്കും. അല്ലാതെ ഈ ചിത്രത്തിൽ കാര്യമായ നർമ്മമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു നർമ്മമെന്ന് പ്രത്യേകിച്ച് പറയുന്നത് ഇയാളുടെ ഒരു ഇന്നസെൻസും, പിന്നെ പൊതുവെ ഇയാൾ ജീവിച്ചു വരുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകുന്ന ചില കഥാസന്ദർഭങ്ങൾ ഉണ്ടാകുന്ന ചില രംഗങ്ങളാണ് ഇതിനകത്ത് നർമ്മം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ നീതിപീഠം സുപ്രീം കോടതി, അനുമോളി കോടതിയില്ല, സുപ്രീം. ഇപ്പോഴത്തെ രാജ്യരക്ഷാമന്ത്രി അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പേര് AK ആന്റണി. ഇന്ത്യൻ മിലിറ്ററിക്ക് ക്യാമ്പ് ചെയ്യാൻ വേറെ സ്ഥലമില്ല. ഉള്ള സ്ഥലമേത് അമ്പായത്തോടെ. പ്രസിഡന്റ് ചെറുപ്പക്കാരന്റെ പേര് മറന്നു, രമേശ് ചെന്നിത്തല. വിജയേട്ടനും പുണ്യവാളനും കൂടി കളിക്കുന്ന കളിയാണ് നാട്ടുകാർ കുറെ കാലമായി തിരശ്ശീലയിൽ കാണുന്നത്. ഈ കളി കൊണ്ട് പാർട്ടിക്കോ സർക്കാരിനോ ജനങ്ങൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടായോ? പാർട്ടി ഇതിനിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തോറ്റു. സർക്കാർ തല്ലിപ്പൊളി കൂട്ടമാണെന്ന് പാർട്ടി തന്നെ പറഞ്ഞു. പിന്നെ ജനത്തിന് നേട്ടമുണ്ടായോ എന്ന് സ്വയം ആലോചിച്ചാൽ മതി. ഇരുവരും ചേർന്ന് നടത്തുന്ന നാടകത്തിന്റെ ആദ്യ ഭാഗം സെന്റിമെന്റ്സ് ആണ്. പുണ്യവാളൻ വന്ന് കുറെ കരയും. എന്തുകൊണ്ട് പാർട്ടി മോശമായി, എന്തുകൊണ്ട് സർക്കാർ മോശമായി എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ കരച്ചിലാണ്. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനുറങ്ങുകയായിരുന്നു, കിനാബ് കാണുകയായിരുന്നു. കണിശമായിട്ടും ഒരു നവീന മൂന്നാർ അവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഞാനൊന്നും അറിഞ്ഞില്ല, പാപമൊന്നും ചെയ്തില്ല, ഞാനുറങ്ങുകയായിരുന്നു, കിനാവ് കാണുകയായിരുന്നു. നിൽക്കാനൊക്കെ ഇവിടെ സുരേഷ് കുമാറിന് മാത്രമല്ല, വേറെ എന്താ വില ഇത്, അവരാർക്കും നിൽക്കാനൊക്കില്ല. കാടു കണ്ടും കാട്ടിരുട്ടിൽ കായ്കിഴങ്ങു പറിച്ചു തിന്നും, കാട്ടുരുക്കളിൽ ഉയിരുണർന്നും, കാടിനെന്റെ മനം കൊടുത്തും, കൂട്ടുകൂടി നടക്കവേ
ഞാൻ കൂട്ടുകൂടി നടക്കവേ. അവരെ ഏൽപ്പിച്ച കാര്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് അവരുടെ കൈകളെത്തി. ഇത് LDF-ന് ദുഷ്പേരുണ്ടാക്കുന്നതായിരുന്നു. വിശ്വസ്തയോടെ ഗവൺമെന്റ് ഏൽപ്പിച്ചൊരു കാര്യം. ആ വിശ്വാസത്തിന് പകരം വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു. കാടു കണ്ടും കാട്ടിരുട്ടിൽ കായ്കിഴങ്ങു പറിച്ചു തിന്നും കാട്ടുരുക്കളിൽ ഉയിരുണർന്നും കാടിനെന്റെ മനം കൊടുത്തും കൂട്ടുകൂടി നടക്കവേ. ഞാൻ കൂട്ടുകൂടി നടക്കവേ. എൻ കണ്ണിനുള്ളിൽ കൂടുകൂട്ടിയ കിളികളെ കണ്ടു. എൻ കണ്ണിനുള്ളിൽ കൂടുകൂട്ടിയ കിളികളെ കണ്ടു. പാർട്ടിയുടെ തീരുമാനം ഇല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ധരിക്കുന്ന ഏതെങ്കിലും സുന്ദര വിഡ്ഢികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവരോട് നല്ല നമസ്കാരം പറയൽ മാത്രമേ മാർഗമുള്ളൂ. ഊടുവഴികളിലൂരാളി കടുവയെ കണ്ടു. അവിടെ ഒരേറുമാട കൊമ്പിലെന്റെ ജീവനും കണ്ടു. ഇത് കഴിയുമ്പോൾ ആരെങ്കിലും ഇരുവർക്കുമിടയിൽ ഇടപെടും. എന്താ മിസ്റ്റർ വിജയൻ, നിങ്ങൾ തുറന്ന് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആർക്കൂടാ. നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും പാടില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞ മറ്റേ ആരായാലും തിരക്കേണ്ട എതിർകക്ഷിയെ പറ്റി ഞാൻ പറഞ്ഞത്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളത് ഭാരതത്തിന്റെ ആവശ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയന്റെയോ VS സത്യനാരായണന്റെയോ സ്വത്തല്ല. ഇത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് യാതൊരു വിധമായ തർക്കങ്ങളും വഴക്കുകളും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഈ രാജ്യത്തിൽ സോഷ്യലിസം നിലനിർത്തണം എന്നതായ ഏറ്റവും അടിയന്തരമായ ആവശ്യമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ മുമ്പാകെ അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പിണറായി, നമുക്ക് ഈ രാജ്യത്തിൽ ഉറച്ചതായ ഒരു സോഷ്യലിസ്റ്റ് ഭരണം വേണം. അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എല്ലാം തന്നെയും ചെയ്യണം. പിന്നെ സൗഹൃദത്തിന്റെ കാലം. പാർട്ടിയുടെ മാത്രമല്ല മുന്നണിയുടെ ആകെ തന്നെ യോജിച്ച സഹകരണവും നേതൃത്വവും ഞങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങളിതെല്ലാം തന്നെ വിജയകരമായിട്ടുള്ള നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. VS-ഉം ഞാനും തമ്മിലോ VS-ഉം പാർട്ടിയും തമ്മിലോ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ധരിക്കണ്ട. ഞങ്ങളുടെ പാർട്ടിയിലും യോജിച്ച നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മുന്നണിയിലും യോജിച്ച നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് വിജയേട്ടന്റെയും പുണ്യവാളന്റെയും പഴങ്കഥ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് എന്നായിരിക്കും കുറെ പേർ ചിന്തിക്കുന്നത്. ഇരുവരും ഇങ്ങനെ കഴിയുന്ന കാലത്താണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. സ്വന്തമായി ഒരു തിരഞ്ഞെടുപ്പ് വിജയിപ്പിച്ച ക്രെഡിറ്റ് വിജയേട്ടന് അടുത്തിടെ എങ്ങും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തന്നെ പുണ്യവാളന് സീറ്റ് വാങ്ങിക്കൊടുത്ത് ജനങ്ങൾ തന്നെ ജയിപ്പിച്ചു. പിന്നെ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം വച്ചടി ഇറക്കമായിരുന്നു. അതുതന്നെയാണ് ഇവിടത്തെ ട്വിസ്റ്റ്. നമ്മൾ സാമ്പത്തികമായും മറ്റു തരത്തിലൊക്കെ ഒരു ഉന്നതിയിലെത്തുമ്പോൾ നമുക്കൊരു സോഷ്യൽ ഇമ്പോർട്ടൻസ്, ഒരു സാമൂഹ്യ പ്രാധാന്യം ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. അപകർഷതാബോധം, അപകർഷതയടക്കമുള്ള കുറ്റബോധം. തനിക്കത് ഇല്ലേ എന്നുള്ള കോംപ്ലക്സിൽ നിന്നും അയാൾ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികൾ, കുറുക്ക് വഴികൾ തേടുന്നു. ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ഭീകരതയുടെ നേരെ പരസ്യ നിലപാട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും സ്വീകരിച്ചിട്ടുണ്ട്. അത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കലായിരുന്നില്ല, മതമൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കലായിരുന്നില്ല, ഏതെങ്കിലും തരത്തിൽ വർഗീയതയെ ശക്തിപ്പെടുത്തലായിരുന്നില്ല. ഇതെല്ലാം ഉണ്ടായാൽ സ്വാഭാവികമായും ഞങ്ങൾ എതിർക്കേണ്ടതായിട്ട് വരും. അതൊന്നുമില്ലാത്ത ഒരാളെ ഞങ്ങൾ എന്ത് എതിർക്കണം? അത് വേണമെങ്കിൽ ഒരു വങ്കത്തരമാണെന്ന് വേണമെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ ആലോചിക്കാം. കാശുണ്ട്, പണമുണ്ട്, സൗകര്യമുണ്ട്, ഇനി എന്താ വേണ്ടത്? പേര്. ഈ തെരഞ്ഞെടുപ്പിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത, തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നിലായി എന്ന് എല്ലാവരും സമ്മതിക്കുന്നു എന്നതാണ്. നമ്മുടെ നാടിന്റെയും കാലത്തിന്റെയും കൂടെയാണ്. കാരണം ധനം ആവശ്യത്തിൽ ആരായി കഴിഞ്ഞാൽ പിന്നീട് മലയാളി നോക്കുന്നത് ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസിന് വേണ്ടിയാണ്. വിജയേട്ടന്റെ തിരഞ്ഞെടുപ്പ് മോഹത്തിന് എന്ത് സംഭവിക്കും?
പുണ്യവാളൻ എങ്ങനെ പ്രതികരിക്കും? ഇരുവരും എന്തെങ്കിലും പഠിക്കുമോ? ഒരു ഇടവേളയ്ക്ക് വേണ്ട ചോദ്യങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേള.